കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ആര് ജയിക്കും, ആര് തോൽക്കും? കേരള രാഷ്ട്രീയം അക്കാര്യം വിലയിരുത്തുകയാണ്. ഇനി വരുന്ന 20 ദിവസങ്ങളിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളുടെ വിശകലനം ഞങ്ങൾ നടത്തും. ആദ്യമായി ഞങ്ങൾ നടത്തുന്നത് ഞങ്ങളുടെ തന്നെ ആസ്ഥാനമായ തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്ത് വളരെ വ്യത്യസ്തമായ മത്സരമാണ് നടക്കുന്നത്. ഒരു വശത്ത് അജയനായി നിൽക്കുന്നു ശശി തരൂർ, മറുവശത്ത് ശശി തരൂരിനെ അട്ടിമറിക്കാൻ CPI ഇറക്കിയിരിക്കുന്നത് അവരുടെ സമുന്നത നേതാവ് പന്ന്യൻ രവീന്ദ്രനെയാണ്. BJPയും തുറുപ്പുചീട്ട് ഇറക്കിയിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖറാണ് BJPയുടെ സ്ഥാനാർത്ഥി. കേന്ദ്രമന്ത്രിയും ഏഷ്യാനെറ്റിന്റെ ഉടമയുമായ രാജീവ് ചന്ദ്രശേഖർ. മൂവരും തമ്മിലുള്ള ത്രികോണ മത്സരമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. ത്രികോണ മത്സരത്തിൽ ആര് ജയിച്ചു കയറും എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്ന നാമധേയം ശശി തരൂർ തന്നെയാണ്. ശശി തരൂർ തിരുവനന്തപുരത്ത് നടത്തിയ വികസനങ്ങളുടെ കൈപ്പുസ്തകം തന്നെ ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ അത് അവർ പ്രചരണത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്നു. മാത്രമല്ല, തരൂരിന് വേണ്ടി ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കൾ മടിച്ചു നിന്നു തിരുവനന്തപുരത്ത് പ്രവർത്തിക്കാൻ. പക്ഷേ ഇപ്പോൾ എണ്ണയിട്ട യന്ത്രം പോലെ കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തിച്ച് തുടങ്ങിയിരിക്കുന്നു. തരൂരിന് വേണ്ടിയുള്ള സ്ക്വാഡ് വർക്കുകൾ തകർക്കുന്നു. മറുവശത്ത് പന്ന്യൻ രവീന്ദ്രനാണ്. പന്ന്യൻ രവീന്ദ്രൻ CPIയെ സംബന്ധിച്ചിടത്തോളം സമുന്നതനായ നേതാവാണ്. ഒരുപാട് വ്യക്തിബന്ധങ്ങൾ പന്ന്യൻ രവീന്ദ്രൻ. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഒരാളെ ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും മറക്കാറില്ല. എല്ലാവരോടും വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുന്ന നേതാവ്. ശശി തരൂറും രാജീവ് ചന്ദ്രശേഖറും കോടീശ്വരന്മാരാണെങ്കിൽ പന്ന്യൻ രവീന്ദ്രൻ കോടീശ്വരനൊന്നുമല്ല. സാധാരണക്കാരനായ നേതാവാണ് പന്ന്യൻ രവീന്ദ്രൻ. സാധാരണക്കാരിൽ നിന്ന്, സാധാരണ കുടുംബത്തിൽ നിന്ന്, പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന്, കണ്ണൂരിലെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്ന് കേരള രാഷ്ട്രീയത്തിൽ വ്യത്യസ്ത സാന്നിധ്യമായി മാറിയ നേതാവാണ് പന്ന്യൻ രവീന്ദ്രൻ. പന്ന്യൻ രവീന്ദ്രന് വലിയ ജനസ്വാധീനമുണ്ട്. ഒരുപാട് വ്യക്തിബന്ധങ്ങളുണ്ട്. ആ വ്യക്തിബന്ധങ്ങൾ വോട്ടായി മാറി പന്ന്യൻ രവീന്ദ്രൻ വിജയിക്കും എന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇടതുപക്ഷം. ശശി തരൂരിൻ്റെ ശക്തി ദുർഗം തീരദേശ പ്രദേശത്തെ വോട്ടുകളാണ്. തിരുവനന്തപുരത്ത് തീരദേശ പ്രദേശത്തെ വോട്ടുകൾ സ്ഥിരമായി ശശി തരൂരിന് വീഴാറുണ്ട്. മറ്റൊന്ന് NSS വോട്ടാണ്. സുകുമാരൻ നായർ ശശി തരൂരിനെ പിന്തുണയ്ക്കണമെന്ന് പറയാതെ പറഞ്ഞു കഴിഞ്ഞു. NSS വോട്ടുകൾ ഒന്നടങ്കം ശശി തരൂരിന് വീഴുകയാണെങ്കിൽ, തീരദേശ വോട്ടുകൾ ഒന്നടങ്കം കഴിഞ്ഞ തവണത്തെ പോലെ ശശി തരൂരിന് വീഴുകയാണെങ്കിൽ, ശശി തരൂർ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറും എന്നാണ് കോൺഗ്രസ് കരുതുന്നത്. മറുവശത്ത് ഇടതുപക്ഷം പന്ന്യന് വേണ്ടി തന്ത്രങ്ങൾ മെനയുന്നതും ശ്രദ്ധേയമാണ്. തീരദേശ പ്രദേശത്തെ ഏകോപനം ഏറ്റെടുത്തിരിക്കുന്നത് ആന്റണി രാജുവാണ്. ഇടതുപക്ഷത്തിന് അദ്ദേഹത്തിന് തീരദേശ സമുദായങ്ങൾക്കിടയിൽ, തീരദേശത്തെ ലത്തീൻ കത്തോലിക്ക സമുദായത്തിനിടയിൽ ശക്തമായ സ്വാധീനമുണ്ട്. ആന്റണി രാജുവാണ് അവിടുത്തെ പ്രചരണത്തിന് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ പോലെ ശശി തരൂരിന് അത്ര ഈസിയായി തീരദേശ വോട്ടുകൾ വീഴില്ല. വലിയ തിരിച്ചടികൾ തീരദേശത്ത് ഉണ്ടാകും എന്നത് ഉറപ്പാണ്. കാരണം അവിടെ ആന്റണി രാജു സജീവമായി. ടെക്നോ പാർക്കാണ് ശശി തരൂരിൻ്റെ മറ്റൊരു വോട്ട് ബാങ്ക്. ടെക്നോ പാർക്കിലെ ജീവനക്കാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിന് വേണ്ടി ഒന്നടങ്കം വോട്ട് ചെയ്തതും അവർ ശശി തരൂരിന് വോട്ട് ചെയ്യാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തിയതും ഒക്കെ ശ്രദ്ധേയമായി. പക്ഷേ ഇത്തവണ ടെക്നോ പാർക്ക് വോട്ട് രാജീവ് ചന്ദ്രശേഖർ കൊണ്ടുപോകും എന്ന സ്ഥിതിവിശേഷമാണ്. കാരണം രാജീവ് ചന്ദ്രശേഖറിൻ്റെ ടെക്നോ പാർക്കിൽ തന്നെ നിരവധി സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങൾ കേന്ദ്രമാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വോട്ടഭ്യർത്ഥന നടത്തുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ. അതുകൊണ്ട് തന്നെ ശശി തരൂരിന് കഴിഞ്ഞ തവണത്തെ പോലെ ടെക്നോ പാർക്ക് ഏരിയയിൽ നിന്ന് വലിയ വോട്ടുകൾ ലഭിക്കില്ല. ഇനി രാജീവ് ചന്ദ്രശേഖറിൻ്റെ കാര്യം. രാജീവ് ചന്ദ്രശേഖർ ഏഷ്യാനെറ്റിൻ്റെ ഉടമസ്ഥനാണ്, കേന്ദ്രമന്ത്രിയാണ്. പക്ഷേ തിരുവനന്തപുരത്തിന് അദ്ദേഹം അപരിചിതനാണ്. ടെക്നോ പാർക്ക് ജീവനക്കാർക്കിടയിലൊക്കെ അദ്ദേഹത്തെ അറിയാം. സമൂഹത്തിൻ്റെ മുകൾ തട്ടിൽ നിൽക്കുന്നവർക്കൊക്കെ അദ്ദേഹത്തെ അറിയാം. അവരൊക്കെ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്യും. അദ്ദേഹത്തെ അറിയാം, അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ താഴെത്തട്ടിൽ വരുമ്പോൾ, തൊഴിലാളികൾക്കിടയിൽ വരുമ്പോൾ, സാധാരണക്കാർക്കിടയിൽ വരുമ്പോൾ അതൊരു വലിയൊരു പ്രശ്നമായി മാറും. രാജീവ് ചന്ദ്രശേഖർ എന്ന സ്ഥാനാർത്ഥിയെ ഇപ്പോഴും ഉൾക്കൊള്ളാൻ BJPക്കാർക്ക് പോലും കഴിഞ്ഞിട്ടില്ല.
രാജീവ് ചന്ദ്രശേഖറിന് പകരം മറ്റേതെങ്കിലും സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ കൂടുതൽ വോട്ട് പിടിക്കാം എന്ന ഒരു പ്രതീക്ഷ BJPക്ക് ഉണ്ടായിരുന്നു. പക്ഷേ രാജീവ് ചന്ദ്രശേഖറെ മോദി കെട്ടിയിറക്കി. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ വളരെ ദയനീയമായ ഒരു പ്രകടനം കാഴ്ചവെക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം സാധാരണക്കാർക്ക് അയാളെ അറിയില്ല, തൊഴിലാളികൾക്ക് അറിയില്ല, അയാളെ അറിയാവുന്നത് എന്താ പറയുക, സമൂഹത്തിൻ്റെ മുകൾ തട്ടിലുള്ള സമ്പന്നർക്കും പിന്നെ കുറേ ടെക്നോ പാർക്കിലെ ജീവനക്കാർക്കും മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷനിൽ നേരിയ മുൻതൂക്കം ശശി തരൂരിന്. പക്ഷേ പന്ന്യൻ രവീന്ദ്രൻ കൂടെ തന്നെയുണ്ട്. തീരദേശ പ്രദേശ വോട്ടുകളാണ് നിർണായകം. ആ വോട്ടുകൾ കഴിഞ്ഞ തവണ പോലെ ശശി തരൂരിന് കിട്ടിയാൽ പന്ന്യൻ രവീന്ദ്രൻ രക്ഷപ്പെടില്ല. അതേസമയം ആ വോട്ടുകൾ സ്പ്ലിറ്റ് ആയാൽ പന്ന്യൻ രവീന്ദ്രൻ ജയിച്ചു കയറുകയും ചെയ്യും.